ബിഗ് ബോസ് തന്ത്രപൂർവ്വം കളിച്ചിരിക്കുന്നു. ജാസ്മിൻ ഗബ്രി കോംബോയുടെ എല്ലാ തരം ഗെയിമുകളെയും തരിപ്പണമാക്കിയ ഗെയിം. ബിഗ് ബോസ് ആണ് ഇവിടെ താരം. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ മിസ്റ്റേക്കുകളും കാര്യങ്ങളും മനസ്സിലാവുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കാം. ജാസ്മിൻ ഗബ്രി കോംബോയെ നന്നായിട്ട് അടിച്ച് തകർത്ത് പണ്ടാരമാക്കിയ ഒരു സീനായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത്. ലാലേട്ടനും ബിഗ് ബോസും എല്ലാവരും ആ പ്ലാനിലേക്ക് കൂടെ നിന്നു എന്നുള്ളതാണ്. ബിഗ് ബോസ് പ്ലാൻ ചെയ്തത് ഇതാണ്. ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നത് അടുത്ത ആഴ്ച ജാസ്മിൻ ഗബ്രി കോംബോ കാണരുത്, അല്ലെങ്കിൽ ഗബ്രി ജാസ്മിൻ കോംബോയ്ക്ക് ഒരു വ്യക്തത വേണം. ഇത് രണ്ടും ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരുന്നു. പ്രേക്ഷകരും ആഗ്രഹിച്ചതായിരുന്നു. ആ ആഗ്രഹത്തിനോടൊപ്പം ബിഗ് ബോസ് നിൽക്കുമായിരുന്നു. സോ ബിഗ് ബോസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കൃത്യമായിട്ട് സാധനങ്ങൾ ചോദിച്ചു, ലാലേട്ടനെ കൊണ്ട് കാര്യങ്ങൾ ചോദിപ്പിച്ചു. എന്താണ് നിങ്ങളുടെ റിലേഷൻ എന്ന് വ്യക്തത വരുത്തണം, ഡിഫൈനിറ്റി ഉണ്ടാവണം. അതല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഇടയിലും അതുപോലെ തന്നെ മത്സരാർത്ഥികളുടെ ഇടയിലും കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആഗ്രഹിക്കുന്നില്ല ആരും. സോ വ്യക്തമായി തന്നെ ലാലേട്ടൻ ചോദിച്ചു, അതിനുള്ള മറുപടിയും കൊടുത്തു. അതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ പ്രണയത്തിലല്ല, ഞങ്ങൾ സൗഹൃദത്തിലുമല്ല, നമ്മൾ അതിലും മേലെ ഉള്ളൊരു സാധനത്തിലാണ്. പക്ഷേ നമുക്കത് പ്രണയത്തിലേക്ക് കൊണ്ടുപോകാനോ വിവാഹത്തിലേക്ക് കൊണ്ടുപോകാനോ താല്പര്യമില്ല. നമുക്ക് നല്ല ഇഷ്ടത്തിലാണ്, പക്ഷേ വിവാഹത്തിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് ജാസ്മിൻ അവിടെ മറുപടി പറഞ്ഞു. അതൊരു നല്ല മറുപടിയാണ്, കാരണം അവർ ആ റിലേഷനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ബട്ട് ബിഗ് ബോസ് എന്തിനാണ് ഇങ്ങനൊരു ഇത് വെച്ചത്? ഒരാളുടെ സ്വകാര്യതയിലേക്ക് ബിഗ് ബോസ് എന്തിനാണ് കടന്നു കയറിയതെന്ന് ചോദിക്കും. സോ ബിഗ് ബോസ് അത് ചോദിച്ചിട്ടുള്ളത് ഒരു ഷോയുടെ ഭാഗമായിട്ടാണ്. ആ ഷോയിൽ അടുത്ത ഒരാഴ്ച എങ്ങനെ പോകണമെന്ന് ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത്. പുതിയ തരം പ്ലാനുകൾ വരുമ്പോൾ ബിഗ് ബോസ് അവിടെ ജാസ്മിനെ സ്ട്രോങ് ആക്കാൻ നോക്കുകയാണ്. ജാസ്മിന് വേണ്ടി ഹെൽപ്പ് ചെയ്തത് തന്നെയാണ് ബിഗ് ബോസ് ഇവിടെ. ജാസ്മിൻ ഒരു ഹിൻഡ് ഇട്ട് കൊടുക്കുകയാണ്, നല്ലൊരു ഹിൻഡാണ് ഇട്ട് കൊടുക്കുന്നത്. ജാസ്മിൻ ഇതിൽ പിടിച്ച് കയറിയാൽ ജാസ്മിൻ രക്ഷപ്പെടാം. പക്ഷേ ലൈവ് കഴിഞ്ഞിട്ടും ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ടും ജാസ്മിൻ പോകുന്നത് ഗബ്രിയുടെ പിറകെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ജാസ്മിൻ്റെ ഗെയിം വീണ്ടും വീക്കാവാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. ബട്ട് ഗബ്രി ഇനി അടുത്ത ആഴ്ച ജാസ്മിനോടൊപ്പം നിൽക്കുമോ, ജാസ്മിനോടൊപ്പം കോംബോ കളിക്കുമോ എന്ന് അറിയാൻ പറ്റില്ല. 90% കളിക്കാൻ ചാൻസ് ഇല്ല. ഗബ്രിക്ക് നന്നായിട്ട് എല്ലാ സ്ഥലത്തു നിന്നും വേദനാപരമായ അല്ലെങ്കിൽ മോശം അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വീക്ക് ആവാൻ തുടങ്ങുകയാണ് ഗബ്രി. സോ ഇത് നല്ലൊരു ഗെയിം ചേഞ്ചിലേക്ക്, ഗെയിമിൻ്റെ ടേണിലേക്ക് തന്നെ വഴിവെക്കുമെന്ന് ഉറപ്പാണ്.